നമസ്കാരം. സ്കൂൾ വിദ്യാർത്ഥികളുടെ KSRTC കൺസെഷൻ കാർഡ് വിതരണത്തിൽ വലിയ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ട സഹോദരന്മാരുടെ കൺസെഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കൺസെഷൻ കാർഡ് ലഭിക്കാൻ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റുകളും സഹിതം ഇവർ അപേക്ഷിച്ചുവെങ്കിലും KSRTCയുടെ ഭാഗത്തു നിന്നും ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡ് ലഭിക്കാനായി സ്കൂൾ ID കാർഡ്, ഏറ്റവും പുതിയ ഫോട്ടോ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, മുൻവർഷത്തെ കൺസെഷൻ കാർഡിന്റെ ഇരുപുറവും എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. നേരത്തെ KSRTC ഡിപ്പോകളിൽ ആവശ്യമായ രേഖകളുമായി എത്തി നേരിട്ട് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ നിലവിൽ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അപേക്ഷിക്കുന്നത്. അപേക്ഷിക്കുമ്പോൾ അതിൽ ഒരു കോപ്പി സ്കൂളിൽ നൽകുകയും വേണം. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഇത് അപ്രൂവ് ചെയ്ത ശേഷം അതും KSRTCക്ക് നൽകണം. ഈ കടമ്പകളെല്ലാം പൂർത്തിയാക്കി KSRTCക്ക് അപേക്ഷ നൽകിയെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാർഡ് ആപ്ലിക്കേഷൻ KSRTC റിജക്ട് ചെയ്തിരിക്കുന്നതായാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് കൺസെഷൻ കാർഡിനായി അപേക്ഷിക്കുന്നത്. എന്നാൽ ആവശ്യമായ രേഖകൾ നൽകിയിട്ടും ഇത്തരത്തിൽ റിജക്ട് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുമുണ്ട്. നേരത്തെയൊക്കെ KSRTC ഡിപ്പോകളിൽ പോകുന്ന യാത്രാ ചെലവ് മാത്രമാണ് ചിലവായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ കമ്പ്യൂട്ടർ സെന്ററുകളിലും ഒരു തുക നൽകേണ്ടി വരുന്നുമുണ്ട്. അപേക്ഷ റിജക്ട് ചെയ്യുമ്പോൾ വീണ്ടും അപേക്ഷിക്കാനായി പിന്നെയും ഇത്തരത്തിൽ സാമ്പത്തിക ചിലവ് ഉണ്ടാക്കുന്നതായാണ് വിദ്യാർത്ഥികളുടെ പരാതി. വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികളുടെ ഈ നടപടി അവസാനിപ്പിക്കണം എന്നാണ് യാത്രക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം.